യൂട്യൂബർ തൊപ്പി എന്ന മുഹമ്മദ് നിഹാദിനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി സുഹൃത്തുക്കൾ. തൊപ്പി ലഹരി സൂക്ഷിച്ചു എന്നാണ് പരാതി. കഞ്ചാവ് പോലുള്ള ലഹരി വസ്തുക്കൾ വീഡിയോയിൽ പ്രദർശിപ്പിച്ചു. പോലീസ് സേനയുടെ നേതൃത്വത്തിൽ ഈ മയക്കുമരുന്ന് ശൃംഖലയുടെ വേരറക്കാൻ ആവശ്യമായ നടപടികളാണ് കൈക്കൊണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ മയക്കുമരുന്ന് കണ്ടെത്താനും അത് വിതരണം ചെയ്യുന്നവരെയും ഉപയോഗിക്കുന്നവരെയും അതിന്റെ ഉറവിടങ്ങളെയും കണ്ടെത്താനുള്ള ശ്രമം നടന്നു. എല്ലാവർക്കും നമസ്കാരം. ഇവിടത്തെ നിയമം, പോലീസ് ഇവരൊക്കെ ഇതൊന്നും കാണുന്നില്ലേ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ള കാരണം. ഒരുത്തൻ പബ്ലിക്കായിട്ട് വന്നിരുന്ന് പറയുകയാണ് എന്റെ വീട്ടിൽ ലഹരി ഒഴുകുകയായിരുന്നു എന്ന് പറയുന്ന ഒരു ഘട്ടമെത്തി. അതുപോലെ പല വീഡിയോസ് അടക്കം എടുത്ത് കാണിച്ചിട്ടും, പല സാധനങ്ങൾ ഉപയോഗിക്കുന്ന വീഡിയോകൾ അടക്കം എടുത്ത് കാണിച്ചിട്ട്, പോക്സോ കേസ് അടക്കം വരുന്ന വകുപ്പിലുള്ള പല കാര്യങ്ങളും പറഞ്ഞിട്ടും എന്തുകൊണ്ട് ഇതുവരെ കേസും മാങ്ങാത്തൊലിയും കോലാണ്ടിയും ഒന്നും എടുക്കുന്നില്ല? അറസ്റ്റ് ചെയ്യാനുള്ള വകുപ്പുകൾ തന്നെയാണ് അവന്മാർ സ്വയം കുഴി തോണ്ടി വച്ചിട്ടുള്ള. ആരെക്കുറിച്ചാണ് പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ MRC അവന്മാരെ കുറിച്ചിട്ടാണ് പറയുന്നത്. എന്തായാലും കൊള്ളാം, എല്ലാം കണക്കാണ്. ഒരെണ്ണത്തിന് വിടല്ലേ. മമ്മു ആയാലും ഷമീർ ആയാലും തൊപ്പിയായാലും കൂപ്പിയായാലും ഏത് മാങ്ങാത്തൊലി ജാതി കൂസി എല്ലാവനെ അറസ്റ്റ് ചെയ്യണം. എല്ലാവനെ അറസ്റ്റ് ചെയ്ത് ചോദ്യങ്ങൾ ചെയ്ത് എവിടെ നിന്നാണ് ഈ ലഹരി അത് ഇതെല്ലാം അറസ്റ്റ് ചെയ്ത് വകുപ്പുണ്ടാക്കി തൂഫാൻ ഉണ്ടാക്കി വെച്ചത് എന്തിനാ? ഇതുപോലുള്ള മാഫിയകളെയും ഇതുപോലുള്ള ലഹരി ഉപയോഗിക്കുന്നവരെയും കച്ചവടം നടത്തുന്നവരെയും തൂത്തു തുടച്ചെറിയാനല്ലേ? അപ്പൊ എന്തുകൊണ്ട് ഒരു മെയിൻ സ്ട്രീം ചാനൽ അടക്കം ഇതൊന്നും ചർച്ച ചെയ്യുന്നില്ല എന്നതായിരുന്നു എന്റെ ക്വസ്റ്റ്യൻ. എന്നാൽ ആകെ ചങ്കറപ്പ് കാണിച്ച ജനൻ TV മാത്രം. ഇവന്മാരെ എന്തുകൊണ്ട് ഇത്ര നേരമായിട്ട് അറസ്റ്റ് ചെയ്യുന്നില്ല? പോലീസ് കേസ് എടുക്കുന്നില്ല? ഉള്ള എല്ലാ ഇതിലും കയറി കേരള പോലീസിനെ മെൻഷൻ ചെയ്ത് അയച്ചു കൊടുത്ത് അത് ഇതെല്ലാം എല്ലാവരും ചെയ്യുന്നുണ്ട്. എന്നിട്ടും ഇതുവരെ നടപടികളൊന്നും എടുക്കുന്നില്ല, അറസ്റ്റ് ചെയ്യുന്നില്ല, ചോദ്യം ചെയ്യുന്നില്ല, അറസ്റ്റ് പോലും ചെയ്യുന്നില്ലല്ലോ. അതാണ് ഇവിടെ ഇപ്പൊ സംഭവിക്കുന്നത്. എന്തായാലും ഈ ലഹരി വിമുക്ത കേരളത്തിനെ പറ്റിയിട്ട് നമ്മുടെ രമേശ് ചെന്നിത്തല അദ്ദേഹം പറഞ്ഞ വാക്കുകൾ നമുക്ക് ആദ്യം ഒന്ന് കേൾക്കാം. പോലീസ് സേനയുടെ നേതൃത്വത്തിൽ ഈ മയക്കുമരുന്ന് ശൃംഖലയുടെ വേരറക്കാൻ ആവശ്യമായ നടപടികളാണ് കൈക്കൊണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ മയക്കുമരുന്ന് കണ്ടെത്താനും അത് വിതരണം ചെയ്യുന്നവരെയും ഉപയോഗിക്കുന്നവരെയും അതിന്റെ ഉറവിടങ്ങളെയും കണ്ടെത്താനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കും. കേട്ടല്ലോ, അതായത് ഉപയോഗിക്കുന്നവരെയും കച്ചവടം നടത്തുന്നവരെയും അതിന്റെ ഉറവിടം കണ്ടെത്താനുള്ള പരിപാടിയാണ് നടക്കുന്നത്, തൂഫാൻ. ഓക്കെ, അപ്പൊ എന്തുകൊണ്ട് ഇതുവരെ യുവമാർക്കെതിരെ നടപടി എടുക്കുന്നില്ല? അതാണ് എൻ്റെ ആദ്യത്തെ ക്വസ്റ്റ്യൻ. ഇത്രയും വലിയ സംഭവങ്ങൾ തെളിവ് സഹിത അവന്മാരെ വീഡിയോ പുറത്തുവിട്ട് അവന്മാരെ ഓരോന്നും എടുത്തു വെച്ച് പറഞ്ഞ് നമ്മൾ ഇവിടെ കൂടി ലഹരി ഒഴുകുകയെന്ന് അവ ഉപയോഗിക്കണ്, യോ ഉപയോഗിക്കണ്, മറ്റോ ഉപയോഗിക്കണ്, മറിച്ചോ ഉപയോഗിക്കണ് എന്നെല്ലാം, എന്നിട്ട് കൊച്ചു പെൺപിള്ളേരെ വരെ യൂസ് ചെയ്ത കഥകൾ അടക്കം പറഞ്ഞിട്ട് എന്തുകൊണ്ട് ഇതുവരെ നടപടി എടുക്കുന്നില്ല? എന്തായാലും കൊള്ളാം, നല്ല ഒന്നാം തരം. എന്തായാലും ജനൻ TV വന്നിട്ടുള്ള ന്യൂസ് ഒന്ന് കൊടുക്കാം. യൂട്യൂബർ തൊപ്പി എന്ന മുഹമ്മദ് നിഹാദിനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി സുഹൃത്തുക്കൾ. തൊപ്പി ലഹരി സൂക്ഷിച്ചു എന്നാണ് പരാതി. കഞ്ചാവ് പോലുള്ള ലഹരി വസ്തുക്കൾ വീഡിയോയിൽ പ്രദർശിപ്പിച്ചു. നിഹാദിന്റെ MRZ ഗ്യാങ്ങിൽ ഒപ്പമുണ്ടായിരുന്ന മുഹമ്മദ്, ഷമീർ എന്നിവരാണ് ആരോപണവുമായി രംഗത്ത് എത്തിയത്. വിവരങ്ങളുമായി ജിജീഷ് കരുണാകരൻ ചേരുകയാണ്. ജിജീഷ്, ഈ തൊപ്പി എന്ന യൂട്യൂബർ ഇതിനു മുൻപും വാർത്തകളിൽ ഇടം പിടിച്ച വ്യക്തിയാണ്. എന്തായാലും ഇപ്പോൾ ഗുരുതര ആക്ഷേപമാണ് ഉയരുന്നത്. അതും ഒപ്പമുണ്ടായിരുന്ന സുഹൃത്തുക്കളാണ് ഇത്തരത്തിൽ ലഹരി സൂക്ഷിച്ചു എന്ന ആക്ഷേപം ഉന്നയിച്ചിരിക്കുന്നത്, പരാതി ഉയരുന്നത്. എന്തൊക്കെയാണ് ഈ സുഹൃത്തുക്കളുടെ ആരോപണം? ഒപ്പം തന്നെ ഇത് സംബന്ധിച്ച് എന്തെങ്കിലും പരാതികൾ ഉയരുന്നുണ്ടോ? ആരോപണങ്ങൾ തന്നെയാണ് ഈ സുഹൃത്തുക്കൾ, അതായത് തൊപ്പിയോടൊപ്പം താമസിക്കുകയും ഇത്തരത്തിൽ കണ്ടന്റുകൾ ഇടുന്നതിൽ തൊപ്പിയെ സഹായിക്കുകയും എല്ലാം തന്നെ ചെയ്തിരുന്ന ആ രണ്ട് ചെറുപ്പക്കാർ അവരടക്കം വന്ന് അവർ പറയുന്നത് തൊപ്പി ഉപയോഗിച്ചിരുന്നു, ആ ലഹരി വസ്തുക്കൾ സൂക്ഷിച്ചിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഷെൽഫിൽ നിന്ന്, തൊപ്പിയുടെ മുറിയിലേതെന്ന് പറഞ്ഞൊരു ഷെൽഫിൽ നിന്ന് ലഹരി വസ്തുക്കൾ എടുത്ത് കാണിക്കുകയും ചെയ്യുന്നുണ്ട്. ഒപ്പം മറ്റു ചില ആരോപണങ്ങൾ കൂടി തൊപ്പിക്കെതിരെ ഉയർത്തുകയും ചെയ്യുന്നുണ്ട്. തൊപ്പി തങ്ങളെ ക്രൂരമായി ആക്രമിക്കുമായിരുന്നുവെന്നും മർദ്ദിച്ചിരുന്നുവെന്നും അടിവസ്ത്രങ്ങൾ വരെ കഴുകാൻ നിർബന്ധിക്കുമായിരുന്നുവെന്നും എല്ലാമാണ് അലക്കേണ്ടി വന്നുവെന്നും എല്ലാം ഉള്ള കാര്യങ്ങൾ ഈ ഒരു ആരോപണങ്ങളായി അവർ പറയുകയും ചെയ്യുന്നുണ്ട്. ക്യാമറയിൽ കാണാത്ത ഒരു രൂപം തൊപ്പിക്കുണ്ട്. അത് ആ വീട്ടിൽ താമസിക്കുന്നവർക്ക് മാത്രമേ അറിയുള്ളൂ. അടിമകളെ പോലെയാണ് ഒപ്പമുണ്ടായിരുന്ന ആളുകളെ കാണുന്നത്. ഈ ലൈവ് തീർന്നു കഴിഞ്ഞാൽ വളരെ അസഭ്യ വാക്കുകൾ കൊണ്ടാണ് ഈ കൂടെ ഉണ്ടായിരുന്ന ആളുകളെ അഭിസംബോധന ചെയ്യുക. ഒപ്പം തന്നെ മുഖത്ത് കാലുകൊണ്ട് ചവിട്ടും. ശാരീരികമായ ഉപദ്രവങ്ങളും തൊപ്പിയുടെ ഭാഗത്ത് നിന്ന് നേരിട്ടതായി തന്നെയാണ് ഇവർ പരാതിപ്പെടുന്നത്. 2.5 വർഷക്കാലം തൊപ്പിയുടെ കൂടെ ജോലി ചെയ്തിട്ട് ശമ്പളം ഒന്നും നൽകിയില്ല, 1 രൂപ പോലും ശമ്പളം നൽകിയില്ല. മാത്രമല്ല ഈ തുണി അലക്കുക, ഒപ്പം തന്നെ അടിവസ്ത്രം ഉൾപ്പെടെ അലക്കിക്കുന്ന ജോലികളെല്ലാം തന്നെ ഞങ്ങളെ കൊണ്ട് ചെയ്യിച്ചു എന്നും ഇവർ പറയുന്നുണ്ട്.
അങ്ങനെ എല്ലാ തരത്തിലും തൊപ്പിക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങളാണ്. അതിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് ഈ ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചു എന്നതടക്കമുള്ള കാര്യങ്ങളാണ്. എന്നാൽ നിലവിൽ പോലീസിൽ ഇത് സംബന്ധിച്ച പരാതികൾ നേരിട്ട് ലഭിച്ചിട്ടില്ല. എന്നാൽ ആഭ്യന്തരമന്ത്രിക്ക് അടക്കം ആഭ്യന്തരമന്ത്രി അടക്കം ശ്രദ്ധിക്കാൻ എന്ന രീതിയിലാണ് ഈ ഒരു വീഡിയോ ഈ തൊപ്പിയുടെയുമായി ബന്ധപ്പെട്ട് തൊപ്പിയുടെ സുഹൃത്തുക്കൾ എന്ന് പറയുന്നുകൊണ്ട് അവർ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ആഭ്യന്തരമന്ത്രി അടക്കം ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് അവരിലേക്ക് ഈ വിവരം എത്തണം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി പരിശോധനകൾ നടത്തുമ്പോൾ ഇതടക്കം കണ്ടെത്തേണ്ടതാണ് എന്നുകൂടി ഇവർ പറയുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അതിഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. തൊപ്പിയുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ പറയുന്നത് ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണ് എന്ന കാര്യമാണ്. തൊപ്പി പുറത്തു പോയ സമയത്ത് വിദേശത്തായിരുന്ന സമയത്താണ് ഈ ദൃശ്യങ്ങൾ പകർത്തിയത് എന്നതടക്കമുള്ള കാര്യങ്ങളും ആ ദൃശ്യങ്ങളിലുള്ള അത് യാഥാർത്ഥ്യമല്ല എന്ന കാര്യം ആണ് അവരുടെ ഭാഗത്തു നിന്നുള്ള വിശദീകരണം. രാഗി ജിജീഷ്, യൂട്യൂബർ തൊപ്പി എന്ന മുഹമ്മദ് നിഹാദിനെതിരെയാണ് ഗുരുതര ആരോപണങ്ങൾ ഉയർന്നിരിക്കുന്നത്. ഇയാളുടെ സുഹൃത്തുക്കളാണ്, തനിക്കൊപ്പം പ്രവർത്തിച്ചിരുന്നവരാണ് എന്ന് തൊപ്പി തന്നെ പറയുന്ന, അല്ലെങ്കിൽ തൊപ്പിക്കൊപ്പം ജോലി ചെയ്തിരുന്നവരാണ് എന്ന് ഈ സുഹൃത്തുക്കൾ പറഞ്ഞുകൊണ്ടാണ് ഇത്തരത്തിൽ വീഡിയോ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ഇതുപോലെ ഇതിന് സമാനമായ രീതിയിലുള്ള അന്വേഷണങ്ങൾ നടക്കണം. അതായത് കൂടുതൽ പേർ ഉദ്യോഗസ്ഥർക്ക് മുൻപാകെ, സമൂഹത്തിന് മുൻപാകെ എത്തണം, കുറ്റക്കാർ ജയിലിലാകണം. ഇത് തന്നെയാണ് ഇവർ വീഡിയോയിലൂടെയും ആവശ്യപ്പെടുന്നത്. നിഹാറിന്റെ MRZ ഗ്യാങ്ങിൽ ഒപ്പമുണ്ടായിരുന്നവരാണ് ഈ മുഹമ്മദ് ഷമീർ എന്നിവർ. അവരാണ് ആരോപണം ഉന്നയിച്ച് രംഗത്ത് ഉള്ളത്. ജിജീഷ് കരുണാകരനാണ് വാർത്തയിൽ വിശദാംശങ്ങൾ നൽകിയത്. അടിപൊളി, സൂപ്പർ. കൂടെ നിന്നവന്മാരും വന്നവന്മാരും ഇരുന്നവന്മാരെല്ലാം പരസ്പരം കുണ്ടിക്കടിച്ചു, കൊള്ളാം. പക്ഷേ ഇവന്മാര് കുണ്ടിക്കടിക്കുക എന്താണെന്ന് വെച്ചാൽ അവന്മാർ ചെയ്തോട്ട് പൊട്ട് കോപ്പ് ചിരിക്കാനുള്ള വകുപ്പ്. പക്ഷേ ലഹരി, അതുപോലെ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ അവിടെ കൊണ്ടുവന്ന് യൂസ് ചെയ്തത്, ഇതടക്കം കേസ് എടുത്തേ പറ്റത്തുള്ളൂ. ഇവിടെ എന്തുവാണ് പോലീസിന് സ്വമേധയെ കേസെടുക്കാനുള്ള വകുപ്പുണ്ടല്ലോ. അവന്മാരിനെ പരസ്പരം വിളിച്ചു പറയുന്നുണ്ട്. ഇനി ആരെങ്കിലും പരാതി കൊടുത്താലേ അവർക്ക് കേസെടുക്കാൻ പറ്റത്തുള്ളൂ. എനിക്കറിയാൻ പാടില്ലേ, അങ്ങനെ നിയമം ഉണ്ടാ? പോലീസിന് സ്വമേധയെ കേസെടുക്കാനുള്ള വകുപ്പ് അവന്മാർ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇനി എന്തിനാണോ അത് വെയിറ്റ് ചെയ്യുന്നത്? എനിക്കറിയാൻ പാടില്ല, ഒരു പിടിയും കിട്ടുന്നില്ല. തൊപ്പി ലൈവിൽ പറയുന്ന കാര്യം ഒന്ന് ഞാൻ കേൾപ്പിച്ചു തരാം. ഈ വീട്ടില് ഡ്രഗ്സ് കയറ്റി, ഓക്കെ, ഡ്രഗ്സ് കയറ്റിട്ട് പിള്ളേർക്കും ഡ്രഗ്സ് കൊടുത്തിട്ട് എന്താ പരിപാടി? അതാണ് നമുക്ക് ചോദിക്കാനുള്ളത്. എന്താ പരിപാടി? പിള്ളേർക്കും ഡ്രഗ്സ് കൊടുത്തിട്ട് നീയൊക്കെയും എല്ലാം കൂടി വളഞ്ഞിരുന്ന് അടിച്ചിട്ട് എന്താ പരിപാടി? നമ്മളെടുത്താ ചോദിക്കണേ, എന്താ പരിപാടി? നീയൊക്കെ എല്ലാം കൂടി വളഞ്ഞിരുന്ന് അടിക്കുന്നു. അത് എല്ലാ തരത്തിലുള്ള അടി, ഗുണ്ടനടി ഉൾപ്പെടെ, ഈ ലഹരി യൂസിങ് ഉൾപ്പെടെ, പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടികൾ അടക്കം യൂസ് ചെയ്ത കാര്യങ്ങളടക്കം നീയൊക്കെ തന്നെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി അടിച്ചപ്പോൾ പലതും വിളിച്ച് പറഞ്ഞത്. സാധാരണ നമ്മളൊക്കെ നമ്മുടെ ഏറ്റവും നെഗറ്റീവ് സൈഡ് അറിയാന്നുള്ള നമ്മുടെയൊക്കെ ഫ്രണ്ട്സിനായിരിക്കും അല്ലെ. ഒരു സമയത്ത് അവർ പിണങ്ങുമ്പോൾ ഇതെല്ലാം പബ്ലിക്കിനോട് വിളിച്ചു പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? അതാണ് ഇവിടെ ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളത്, സീരിയസ്ലി. പക്ഷെ എന്തൊക്കെ ആയാലും കൊള്ളാം. നിന്റെയൊക്കെ നെഗറ്റീവ് സൈഡ് കുറച്ച് കൂടിപ്പോയി. ഇപ്പൊ എനിക്ക് നെഗറ്റീവ് സൈഡൊക്കെ ഉണ്ട്. പക്ഷെ ഇമാതിരി തന്തയില്ലായ്മ, അല്ലെ ലഹരി കടത്തോ, അല്ലെങ്കിൽ ഈ പറയുന്ന പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളായിട്ട് പരിപാടി, ഇമാതിരി ചെറ്റ പരിപാടിയൊന്നും നമുക്കില്ല. അതുകൊണ്ട് നമ്മൾ ആ കാര്യത്തിൽ സേഫാ. നീയൊക്കെ ഇമാതിരി തൊട്ടി പരിപാടിയും ചെയ്തിട്ട് കുട്ടികളെ അടക്കം ഇൻഫ്ലുവൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിന്റെയൊക്കെ ഓഡിയൻസേ കുട്ടികളാണ്. നിന്നെയൊക്കെ കണ്ടാണ് ഇപ്പോഴത്തെ കുട്ടികൾ പഠിക്കുന്നത്. കാരണം നിന്നെയൊക്കെ ഇഷ്ടപ്പെടുന്ന, നിന്നെയൊക്കെ ആരാധിക്കുന്ന, നിന്നെയൊക്കെ ഫോളോ ചെയ്യുന്ന ഒരുപാട് പിള്ളേരുണ്ട്. ആ പിള്ളേർ സെറ്റ് നിന്നെയൊക്കെ കണ്ടിട്ടാണ് ഇമാതിരി അപരാധങ്ങൾ കണ്ടു പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവന്മാരെ ബാൻ ചെയ്യുക. ഇവിടുത്തെ നിയമം, വകുപ്പ്, കേസ്, കോടതി എല്ലാം കയറ്റി ഇറക്കി തൊലയ്ക്കുക ഇവന്മാരെ. എന്താ ഈ പൊതുസമൂഹത്തിലോട്ട് അങ്ങോട്ട് കുത്തിവെക്കുന്ന കുട്ടികളുടെ ഇടയിലേക്ക് അടക്കം വരുന്ന പുതിയ തലമുറയെ അടക്കം നശിപ്പിച്ചുകൊണ്ട് നാടാണത്താക്കിക്കൊണ്ട് ഇവന്മാർ എന്നാ തോന്നിയവസം ഇവിടെ കാട്ടിക്കൂട്ടുന്നേ? ഇവന്മാരെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ഇവന്മാരെ കുറെ ചാവാലി പട്ടികളെ പോലെ കുറെ ഇറങ്ങിക്കോളും. മറ്റേ 2K പീട്ട പിള്ളേർ ചീത്ത വിളിക്കാനായിട്ട്. എന്നാൽ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, യുവന്മാര് കാരണം ഇന്ന് കുറെ പിള്ളേരടക്കം നശിക്കുകയാണ്. ലഹരിക്ക് അടിമയായും ഇതുപോലെ പല രീതിയിലുള്ള പെമ്പിള്ളേരടക്കം യൂസ് ചെയ്യുന്ന ഘട്ടത്തിലോട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ട് ഇതുവരെ പോലീസ് സ്വമേധയ കേസ് എടുക്കുന്നില്ല? അതാണ് എനിക്ക് അറിയേണ്ടത്. ഇവൻ തൊപ്പി തന്നെ പറയുന്ന വേറെയും കുറച്ച് കാര്യങ്ങളുണ്ട്, കേൾക്കാം. ആലോചിച്ച് നോക്കണം. എൻ്റെ വീട്ടിൽ ഡ്രഗ്സ് കയറ്റി എൻ്റെ പിള്ളേർക്ക് ഡ്രഗ്സ് കൊടുത്തിട്ട്, എൻ്റെ പിള്ളേരെന്ന് പറയാൻ പറ്റില്ലടാ, എല്ലാ എണ്ണവും ഒരുമിച്ച് വിഷം കുത്തിയതാ, മനസ്സിലാ? ഓക്കെ, ഇല്ല, ബ്ലർ ചെയ്യാത്ത ഫയൽ ഇപ്പം കാണിക്കുന്നില്ല. ഞാൻ ഒരു കാര്യം പറയാം, നാളെ ശരത്ത് ലൈവ് ചെയ്യും. ഷമീർ എന്തായാലും ഇത് കഴിഞ്ഞിട്ട് ഒരു എക്സ്പ്ലനേഷൻ ആയിട്ട് വരുമല്ലോ. ഓൻ പറയട്ടെ ഇത് ഓനല്ലാന്ന്. ഇവന്മാരെ മറ്റേ വീഡിയോ എടുത്ത് ഇവൻ പുറത്തു വിടുന്നു. സത്യം പറഞ്ഞാൽ എന്തോന്നൊക്കെയാണ് നടക്കുന്നത്. ഇത് കണ്ട് യുവമാരൊക്കെ എക്സ്പോസ് ആയി. യുവമാരെല്ലാം കുള്ളന്മാരെന്ന അടക്കമുള്ള കാര്യങ്ങൾ എക്സ്പോസ് ആയി. എല്ലാം കണക്കാ. തൊപ്പിയായാലും ബയ്യാണെന്നൊക്കെ പണ്ട് വാസ്മിനെയൊക്കെ പറഞ്ഞിട്ടുള്ള ചരിത്രമുണ്ട്. അതുകൊണ്ട് യുവമാരെല്ലാം കണക്കാം. എല്ലാം കൂടി ഒരു വീടെടുത്ത് അതിൻ്റെ അകത്ത് പരസ്പരം കുന്നടിയും, പിന്നെ അതുപോലെ ലഹരി യൂസിങ്ങും,
പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ യൂസ് ചെയ്യുന്ന അങ്ങനത്തെ പല ചെറ്റ പരിപാടി നടക്കുന്ന ഒരു ഗ്യാങ്ങാണ്. മനസ്സിലായോ? പേര് മറ്റേ MRC ഗ്യാങ്. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. അമ്മ ചെറ്റ പരിപാടിയാണ് ഇവിടെ നടക്കുന്നത്. എന്നിട്ട് ഇവനെയൊക്കെ താങ്ങാനും പൊക്കി പിടിക്കാനും വേറെ കുറേ എണ്ണം. എന്തടിസ്ഥാനത്തിലാണെന്ന് ഇതുവരെ പിടികിട്ടുന്നില്ല. തൊപ്പി ലൈവ് ഇടുന്നു, അവന്മാർ ലൈവ് ഇടുന്നു, എന്നിട്ട് ഷമീറൊക്കെ ലൈവ് ഇട്ടിട്ടുണ്ട് ഇപ്പുറത്ത്. എൻ്റെ പൊന്നടാവേ, നമ്മളും ഫ്രണ്ട് സർക്കിളിലൊക്കെ കൂടുമ്പോൾ പലതും പറയാറുണ്ട്, പല വർത്തമാനങ്ങളും പറയാറുണ്ട് പുറത്ത് പറയാൻ കൊള്ളാത്ത. പക്ഷെ ഇമാതിരി ചെറ്റ വർത്തമാനമൊന്നും നമ്മൾ ആരും പറയാറില്ല. ഓക്കെ, അത്രയ്ക്ക് മോശമായിട്ടുള്ള രീതിയിൽ പെമ്പിള്ളാരൊക്കെ നമ്മൾ വായി നോക്കാറുണ്ട്, കമൻ്റ് അടിക്കാറുണ്ട്. നമ്മൾ ഇപ്പോൾ അവരെ മുഖത്ത് നോക്കി കമൻ്റ് അടിച്ചില്ലെങ്കിൽ പരസ്പരം നമ്മൾ കമൻ്റ് അടിക്കാറുണ്ട്. എന്ന് വെച്ചിട്ട് ഇവന്മാർ പറയുന്ന പോലത്തെ അത്രയും ചെറ്റ കമൻ്റ് അടിയില്ല നമ്മൾ അടിക്കുന്നത്. ഓക്കെ, ഈ ഷമീറിന്റെ ലൈവിലെ കുറച്ച് ഭാഗങ്ങൾ ഞാനൊന്ന് കൊടുക്കാം, നിങ്ങൾ കണ്ടു നോക്കുക. അതിന് നോക്കുന്ന ആൾക്കാരോട് ഞാൻ പറയാം, അതിന് നോക്കുന്ന ആൾക്കാരോട് ഇതാ കോഴിക്കോട് പൂരികൾ ഇറങ്ങിയിട്ടുണ്ട്. പാവത്തുങ്ങളെ കളിക്കാൻ കിട്ടുമെന്നാണ് ഇവൻ ചോദിക്കുന്നത്. എടാ എല്ലാം പറ, ഞാൻ ഉണ്ടായിരുന്നപ്പോൾ തൊട്ടുള്ള അവൻ്റെ ഡ്രഗ്സ്, സെക്സ്വൽ എല്ലാം A to Z സത്യം പറ. ഫസി വെയിറ്റ് വന്നിട്ട് എന്താ പറയാ, ഞാൻ വരാൻ പറ്റുമെന്ന് നീ കാര്യങ്ങൾ പറഞ്ഞ് എനിക്ക് ബാക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റും. അവൻ്റെ മാനിപ്പുലേഷൻ ഫുൾ പുറത്ത് വരണം. ഞാനുള്ളപ്പോൾ തന്നെ പെൺപിള്ളേറിനൊപ്പം പോയത് ഡ്രഗ്സ് ഇതേയോ ഓടാ ഗുണമാരെ പറഞ്ഞു. അങ്ങോട്ടേക്ക് ആടുന്ന് ഫോട്ടോ എടുക്കാൻ പറഞ്ഞു. പമ്പിൻ്റെ അടുത്ത് പോയി. പമ്പിൻ്റെ അടുത്ത് നിന്ന് നമ്മൾ എന്ത് ചെയ്തു, ഇവൻ ഇൻസ്റ്റ ഐ ഡി വാങ്ങിയിട്ട് ഈ പറഞ്ഞ പോലെ 2 ദിവസം കൊണ്ട് മെസ്സേജ് അയച്ചു. ഇതാക്കി ഒരു പെണ്ണിനെ ഞാനും എടുക്കാം, ഒരു പെണ്ണിനെ ഓനും എടുക്കാം. ഞാൻ പുണ്യാണെന്നല്ല ഉള്ള കാര്യം പറയല. ഒരു പെണ്ണിനെ ഞാൻ എടുക്കാം, ഒരു പെണ്ണിനെ എടുക്കാന്ന് വെച്ചാൽ സെറ്റ് ആക്കാന്നുള്ളത്, പ്രണയിക്കാന്നുള്ള രീതിയിൽ. പക്ഷേ ഇവൻ പ്രണയം നടിച്ചിട്ട് ഈ പറഞ്ഞ പോലെ പരിപാടി ചെയ്യുമ്പോൾ പോകുന്ന ആളാണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ അങ്ങനെ ആക്കി. ആ ടൈം നമുക്ക് റിലേഷൻ ഉണ്ട് കേട്ടോ. അത് ഞാൻ ഇതാക്കുന്നതല്ല, ഞാൻ ന്യായീകരിച്ച് വലിയ ഇതാക്കുന്നതല്ല. അങ്ങനെ ഒരു തെറ്റ് എൻ്റെ ഭാഗത്തും പറ്റിയിട്ടുണ്ട്. പക്ഷേ ഞാൻ സെക്സ്വലി ഞാൻ ഒന്നും ചെയ്തില്ല. അത് ഞാൻ ഓർപ്പോരാ. അങ്ങനെ ഈ പറഞ്ഞ പോലെ 2 ദിവസം കൊണ്ട് വളച്ചു. അവരെ വീട്ടിലേക്ക് വന്നു. വീട്ടിൽ വന്ന് ഈ പറഞ്ഞ പോലെ അവർ ഇതൊന്നും യൂസ് ചെയ്യാറില്ല കേട്ടോ. ഇവൻ ഈ പറഞ്ഞ പോലെ അന്ന് രാത്രി നമ്മളിത് യൂസ് ചെയ്തു. ഞാൻ ഗൾഫിൽ നിന്ന് വന്ന സമയം. അപ്പോൾ എൻ്റെ പെട്ടിയൊക്കെ ഉണ്ട്, പെട്ടിയൊക്കെ റൂമിലുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ പോലെ എന്തോ ഫേസ് ക്രീമോ എന്തോ സംഭവം കാണിക്കാൻ വേണ്ടി നമ്മൾ സംസാരിച്ച് കൊടുക്കുമ്പോൾ ഈ പറഞ്ഞ ചെറിയ പെണ്ണുണ്ടല്ലോ, ഇവൻ ഇഷ്ടമായ ചെറിയ പെണ്ണ്, 18ആമത്തെ പെണ്ണ്. ആ 18ആമത്തെ പെണ്ണിനാ ഈ പറഞ്ഞ പോലെ ഈ 18ആമത്തെ പെണ്ണ് എൻ്റെ കൂടെ റൂമിൽ ഒന്ന് ഞാൻ കാണിച്ചു കൊടുത്ത് നമ്മളെന്തോ സംസാരിച്ചു. അത് ഇവന് കൊണ്ടു. ഇവൻ്റെ ഈഗോ തട്ടി അത് ഇവന് കൊണ്ടു. ആ കൊണ്ടതിൻ്റെ പേരിൽ കൊണ്ടു ആ പെണ്ണിനെ കുറച്ച് ഇഷ്ടപ്പെടുകയും ചെയ്ത് ഞാൻ ഇവനോട് പറഞ്ഞു അത് ഇതാണ്. പക്ഷേ ഇവന് ആ പെണ്ണിനെ മോളിലുണ്ട് ഇവൻ ചെയ്ത കാര്യമാണ് ഇപ്പം ഈ പറഞ്ഞ കാര്യം. ഇനി ഒന്ന് ഉണ്ടല്ലോ, ഈ വ്ളോഗ് ബാക്ക്ഗ്രൗണ്ടിൽ പ്ലേ ചെയ്യുമ്പോൾ ഇതാ കേൾക്കുന്നുണ്ടല്ലോ, ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കുന്നുണ്ടല്ലോ ഇതൊന്ന് ചൂടാക്കുന്നുള്ളത്. നമ്മൾ ഈ അവിടുത്തെ ഡയറക്ടർ പ്രൊഡ്യൂസർ ഒരു ഡോക്ടറാണ്, ഹാഷ് ഡോക്ടർ. മൂപ്പര് നല്ല മനുഷ്യൻ തന്നെയാണ്. അപ്പോൾ ആ ഡോക്ടറായിട്ട് അവസാനം നമ്മൾ പേയ്മെന്റിന്റെ കാര്യം സംസാരിക്കുന്ന ഒരു വോയിസാണ്. ഇതൊക്കെ എടുത്തു വെച്ചുകൊണ്ട് എന്തോ ഭാഗ്യം. ഇല്ലെങ്കിൽ ഇവൻ പറയുന്ന പോലെ തന്നെ അവിടെ പ്രശ്നമാക്കി എന്ന് പറഞ്ഞാൽ മുനു അവിടെ ഉള്ളതുകൊണ്ട് മുനു നമ്മൾ എത്രത്തോളം വിശ്വസിക്കുന്ന ഒരാളായിരുന്നു. അവൻ പറഞ്ഞുകൊണ്ട് നമ്മളെല്ലാം കേൾക്കേണ്ടി വന്നു. കേൾക്കുന്നുണ്ട്, ക്ലിയർ ആണ്. അങ്ങനെ എത്ര മാന്യമായിട്ട് അവിടെ സംസാരിക്കുന്നത്, ഇതെന്താണെന്നറിയോ? നമ്മളെ പേയ്മെന്റിന്റെ കാര്യം നമ്മൾ വളരെ ക്ലിയർ ആയിട്ട് ഡോക്ടർ ഹാരിസ് ഡോക്ടർ എന്ന് പറഞ്ഞ ആരോട് സംസാരിക്കുന്ന ആൾ വളരെ മാന്യനായ ആളാണ്. ഇതിന്റെ ഇടയിൽ കളിച്ച കളിയാണ് അവസാനം പറഞ്ഞത്. ഇതാ നിങ്ങൾ കേക്ക്, ഏകദേശം ഒരു 8 മിനിറ്റിന് മുകളിൽ ഉണ്ടോ, ഒന്ന് കേക്ക്. നീ ആദ്യം ടെസ്റ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ലെങ്കിൽ ഒരു 6 മാസത്തെ 1 വർഷത്തെ ഡ്യൂറേഷനിലെ ടെസ്റ്റ് ഓപ്പറേഷൻ തൂഫാൻ ഞാൻ വെല്ലുവിളിക്കാം. ഓപ്പറേഷൻ തൂഫാൻ എന്ന് പറയുന്ന ടീമിനോട് മുടി വേണോ മുന്നീര് വേണോ എന്താ വേണ്ട കൊണ്ടുപോയി. കാരണം എന്താണ് ഇതിൽ പറയുന്നത്? എടാ യൂസ് ചെയ്തില്ല അതുകൊണ്ട് മാത്രമാണ് ഞാൻ പറയുന്നത്. നീ ആദ്യം ഇതേപോലെ ടെസ്റ്റ് ചെയ്തോട്ടെ. എടാ നീ ആദ്യം എന്തിനാണ് വെറുതെ കള്ളത്തിൽ ആൾക്കാർ മുന്നിൽ പറയുന്നത്? എടാ ഒറ്റ കാര്യം പറയാനുള്ളൂ, നീ നിലയോട് പറഞ്ഞു ഇതുവരെ ബന്ധപ്പെട്ട് എന്ത് പ്രൂഫ് ഉണ്ടെങ്കിൽ ഓനേക്ക് ഇതാ എനിക്കായി എന്റെ വീട്ടിൽ നിന്റെ ഉമ്മ വിളിച്ച് 3 മണിക്ക് കറിയാണ്. ആരെങ്കിലും പൈസ വീണ്ടും ആധാരം ഞാൻ പണം വെച്ചിട്ടാണെങ്കിലും വേണ്ടില്ല, ഒരു 10 പൈസ വേണ്ട ഞാൻ പൈസ തരും. 5 പൈസ കൈമില്ല. പക്ഷേ പറയുന്ന കാരണം അറിയാം, നമ്മൾ മാത്രം അതൊന്നെങ്കിൽ ഞാൻ ഇത്ര റോങ് ആയിട്ട് എനിക്കറിയാം. കുറച്ച് സാധാരണത്തോട് കൂടി പറഞ്ഞാൽ മാത്രമേ ആൾക്കാർ കണ്ണിൽ ഇതാക്കാൻ പറ്റും. ഞാൻ നീ വീഡിയോ കാണുന്നുണ്ടെന്ന് എനിക്കറിയാം. ഞാൻ ജാസ് ഇന്നേവരെ ഇതുപോലെ സംസാരിച്ചില്ല. നീ വളാഞ്ചേരി റാംബോടെ കഴുത്തിന് ഇവിടെ മുറിയായിട്ട് നീ എന്താ എന്നോട് പറഞ്ഞത്? കാണിച്ചാൽ നീ എന്നെ പറ്റി എന്താ വിചാരിച്ച? കേരളത്തിൽ ഞാൻ പറഞ്ഞ ആൾക്കാർ ഏറ്റെടുക്കും, എന്റെ എവിഡൻസ് പ്രൂഫ് ഉണ്ടെന്ന്. എടാ ധൈര്യം ഉണ്ടെങ്കിൽ ഓപ്പറേഷൻ തൂഫാൻ പറഞ്ഞാൽ അവരെ മുമ്പേ നിനക്ക് നിന്റെ ബ്ലഡ് മൂത്രം ഈ മുടിനാരൊക്കെ കൊടുക്കാൻ പറ്റുമോ? രമേശ് ചെന്നിത്തല സാറേ ഞാൻ പറയുന്നത്, ബാംഗ്ലൂർ ടാറ്റൂവിന്റെ പ്രൊമോഷൻ പോയ സമയത്ത് ഈ ഡാഷ് മോൻ അവിടുന്ന് ഒരു സാധനം ഒരു കൊമള ആസിഡ് വെച്ചിരുന്ന ആ കൊമള വെച്ചിട്ട് അടിയിൽ ലാമ്പ് കത്തിച്ച് ഇങ്ങനെ ആക്കി ആ കൊമളെ കൂടി ഇങ്ങനെ വലിക്കുന്നത് ഞാൻ കണ്ടതാ. അന്നേറ്റ് ഒരു വീഡിയോ എടുത്തിട്ടുണ്ടെങ്കിൽ നീ ഒക്കെ മെഴുകുന്നുണ്ടാവും. 3 മണിക്കൂർ കാര്യം ഞാൻ അനിയത്തിയോ ഓൾ കോളേജ് പോകുമ്പോൾ പോകാനാവില്ല. എത്ര ഞാൻ ഇന്ന് വരെ ഒരു സാധനം യൂസ് ചെയ്തില്ല. എന്നെ പറ്റിയിട്ട് പറഞ്ഞത് ഞാൻ കാര്യങ്ങൾ ഇതിന് വേണ്ടി പറയുന്നത് എൻ്റെ ഉമ്മ സത്യം. ഞാൻ അങ്ങനെയല്ല കഴിഞ്ഞിട്ട് മനസ്സിലാക്കേണ്ടി പറയുന്നില്ല. നമുക്ക് വേറെ വഴിയില്ല. കാരണം വെച്ചാൽ നമ്മുടെ പൈസ കാര്യങ്ങളൊന്നുമില്ല. ഐഫോൺ ആകെ എൻ്റെ അടുത്തില്ല. ഇത് ഞാൻ ഇതിന് വേണ്ടിയിട്ടൊക്കെയാണ് ഞാൻ ഡയറക്റ്റ് എടുത്ത് പോയിട്ട് പറഞ്ഞത്, സാറേ എന്തെങ്കിലും ഇതിന് കിട്ടിയിട്ടെങ്കിലും വലിയ ഉപകാരമായി പോകുക പറഞ്ഞത്. ഇത് ഞാൻ പറഞ്ഞത്.
300 സംതിങ് രൂപയാണ് അതിന്റെ പൈസ ആയിട്ട് കിട്ടിയത്. ഇവർക്ക് 800 രൂപ കിട്ടിയത്, 1000 സംതിങ് രൂപയാണ് ഇത് കിട്ടിയത്. എന്താണ് തെറ്റ്? ഞാൻ അത്രയും 5-6 മാസം നിന്നിട്ട് എന്താണ് പറഞ്ഞത് ജാസിക്ക് പ്രൊമോഷൻ. എടാ ഞാൻ പ്രൊമോഷൻ സത്യം പറയാം, ഞാൻ ആകെ ചെയ്ത തെറ്റെന്താ അറിയോ? എടാ ഞാൻ പറയുന്നില്ല, ഞാൻ പറയാനുള്ള എന്റെ ഫീലിംഗ്സ് ജസ്റ്റ് മനസ്സിലാക്കി. നിങ്ങൾ കാരണം അറിയാം, 5-6 മാസം ഞാൻ നിങ്ങളുടെ നിങ്ങൾക്ക് ചിരിക്കണം. 5-6 മാസം ഞാൻ നിന്നിട്ടില്ല. 5-6 മാസം ഞാൻ നിന്നിട്ട് എനിക്ക് ഒരു സാലറി. ഞാൻ ഇവന്റെ ലൈവ് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ വന്ന സമയത്ത് 5-6 മാസം കൃത്യമായിട്ട് എപ്പോഴും അധികം ലൈവ് ഉണ്ടായി. ആ ലൈവ് കഴിഞ്ഞ് ഉറങ്ങുന്ന സമയം രാവിലെ നമ്മൾ ഉറങ്ങുമ്പോൾ 3-4 മണിയാവും. ആ ഉറങ്ങിയിട്ട് എണീക്കുമ്പോൾ ഒരു രാവിലെ 10 മണി 11 മണിക്ക് എണീക്കണം. ഫുഡ് ഉണ്ടാക്കണം. ഫുഡ് ഉണ്ടാക്കിയിട്ട് വൈകുന്നേരത്തേക്ക് ഫുഡ്, അത് കഴിഞ്ഞ് രാത്രി ഫുഡ്. ഇതുപോലെ പല സമയത്തിലടാ, ഇതുപോലെ പല സമയത്ത് എനിക്ക് ഒരു മാസം പരിപാടി കാര്യങ്ങളൊന്നുമല്ല. എടാ എന്തിനാണ് പക്ഷേ ഞാൻ 2-3 പ്രൊമോഷൻ സത്യം ചെയ്തില്ല. ഇന്ന് എനിക്ക് ചെയ്യാൻ ബാക്കിയുണ്ട്. അത് നേരത്തെ ഷമീറിന്റെ ഒരു വോയിസ് കേട്ടല്ലോ, പോയി അലക്കണം അതാക്കണം എനിക്ക് ഒരു കാര്യം ചെയ്യേണ്ടതുണ്ട്. ഇതുപോലെ പല സമയത്തിലടാ, ഇതുപോലെ പല സമയത്ത് എനിക്ക് ഒരു മാസം ഇവൻ ബാൻ തരും എന്തെങ്കിലും പണി ചെയ്തില്ലെങ്കിൽ. സ്പിൻ വീലിന്റെ ബാരക്ക് ശരി പച്ചക്കള്ള എന്തിനാ പറഞ്ഞാൽ സ്പിൻ വീൽ ശരിയാക്കാൻ നീ ഞാനാണടാ. എടാ ഞാനാണ് സ്പിൻ വീൽ ശരിയാക്കി. എന്തിനാണ് കള്ളത്തരം പറഞ്ഞ് ഉളിപ്പില്ലാത്തത്? അത് എവിടെ കളക്കണം എവിടെ നിൽക്കണം നീ പറഞ്ഞിട്ട് ഞാൻ സെറ്റ് ചെയ്തിടാ. ഈ ഷമീർ ഷട്ടിട്ട് തുള്ളാൻ ഞാൻ സെറ്റ് ചെയ്തത്. എടാ നിങ്ങൾ കാര്യം മനസ്സിലാക്കണം. എന്താ വെച്ചാൽ ഇതെല്ലാം നിങ്ങൾ മനസ്സിലാക്കണം. ഇവന്റെ സ്ക്രിപ്റ്റും എടാ എത്രത്തോളം എനിക്ക് ചാക്കിട്ട് വാരി എനിക്ക് ഇതാക്കാൻ പറ്റണം. നീ എത്ര പൈസ ആണെങ്കിലും ആക്കിക്കോ, നീ എത്ര പൈസ ആണെങ്കിലും നീ നോക്കണം. നിന്റെ വൺ ഡേ എന്ന് പറയുന്ന ആ സാധനം, നിന്റെ വൺ ഡേ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എനിക്ക് ഹേറ്റ് തന്നാലും വേണ്ട എന്ത് തന്നാലും വേണ്ട, നിന്റെ വൺ ഡേ എന്നുള്ള സാധനം ഏതെങ്കിലും ഒരു ദിവസം നിന്റെ മുഖം മൊത്തത്തിൽ വീഴണം. നീ വൈറ്റ് ഉണ്ടാക്കി കൊടുത്ത ആൾക്കാർക്ക് അവർക്ക് എത്ര പൈസ കൊടുത്ത് നീ സെറ്റിൽ ചെയ്ത് പുറത്ത് വരണം. ഞങ്ങൾക്ക് ബാൽക്കണിക്കുമ്പോൾ കേട്ടാ 50,000 ടോൾ ചോദിച്ചിട്ട് റാമ്പോ ഡീൽ ചെയ്തത്. നീ ഒരിക്കലും പറയാൻ പറ്റില്ല 50,000 പൈസ കൊടുത്തത്. അത് കേൾക്കുന്ന ഇവൻ വൈറ്റ് ഉണ്ടാക്കി കൊടുത്ത എല്ലാ ആൾക്കാരും ദൈവം ചെയ്തിട്ട് ഓൻ്റെ എന്തായാലും പൈസ കിട്ടിയല്ലോ, ഓൻ്റെ പൈസ കിട്ടിയല്ലോ. ഈ പറഞ്ഞിട്ട് നമ്മളെന്താ ഓൻ ചെയ്ത കാര്യങ്ങൾ അതിന്റെ പ്രൂഫും ഓൻ അബോഷൻ ചെയ്ത എല്ലാ കാര്യങ്ങളും വന്നിട്ട് ദൈവം ചെയ്തിട്ട് പറഞ്ഞു. നിങ്ങൾക്ക് പൈസ ഞാൻ എന്റെ വീടിന്റെ ആധാരം പറ്റി ഞാൻ എനിക്ക് വേണേ തരും. കാരണം എനിക്ക് നാളെ ഇറങ്ങി നടക്കണം. അതുകൊണ്ട് ദൈവം ചെയ്താ ഓടി ഉള്ള പ്രൂഫുകളും കാര്യങ്ങളൊക്കെ വെച്ച് പറയുന്നുണ്ട്. എടാ ദൈവം ചെയ്തിട്ട് ബ്ലൈൻഡ് ആയിട്ട് ഒരാൾ വിശ്വസിക്കണം. 6 മാസം ഒരു ഉറപ്പിക്ക് തന്നില്ല. ഒന്ന് പറഞ്ഞാൽ ജാസിക്ക് പ്രൊമോഷൻ എത്ര പ്രൊമോഷൻ ചെയ്യുന്നതിന്റെ പേജ് കയറി ഒക്കെ കാണാൻ പറ്റുമല്ലോ. അത്രയും പ്രൊമോഷൻ ചെയ്തിട്ടുള്ളൂ. അതിന് ഓരോ മാസത്തെ പൈസ ഒരു അരിക്കണം വെച്ച് നോക്കിയാൽ ഒരു മാസം 10,000 രൂപയോ അങ്ങനെ എന്തെങ്കിലും കിട്ടും. ബാക്കി അവിടെ പോയി ഷോപ്പ് പോയി കഴിഞ്ഞാൽ നീ പ്രൊമോഷൻ ചെയ്താൽ വേറെ ചെറിയ പൈസ പരിപാടി കാര്യങ്ങളും കിട്ടും. എടാ എന്നിട്ട് എന്താണ് നിന്റെ ഭീഷണി? നിന്റെ നേരെ നോക്കി സംസാരിക്കാൻ പോലും ചെയ്യപ്പെട്ട ആൾക്കാരാണ് നമ്മൾ. ഈ പറഞ്ഞ എല്ലാ കാര്യം ഈ ഷമീർ കള്ളു കൊടുത്തിട്ട് നീ അവിടെ എന്തെങ്കിലും ഡാൻസ് കളിപ്പിച്ച് നാളെ എന്തായാലും ഒരു വീഡിയോ ഏത് വീഡിയോ ആയിരിക്കും മനപ്പോൾ എനിക്ക് മനസ്സ് തോന്നി ഷമീർ നീ കള്ളു കൊടുത്തിട്ട് പറഞ്ഞത് എടാ ഡാൻസ് കളിക്കണം. എന്നിട്ട് അത് കണ്ടിട്ട് ഇങ്ങനെ ആക്കിയ കാര്യം നീ സ്റ്റെപ്പ് കയറി പോകുന്ന സമയത്ത് അതിന്റെ വീഡിയോ ഉണ്ടാവും. അതൊക്കെ നീ നാളെ ഇടും. എല്ലാം എനിക്കറിയാടാ. പക്ഷേ നിനക്ക് തെറ്റിപ്പോയ കാര്യം എന്റെ ഇടാ. നീ അതെ എടാ ഓനും ഓന്റെ ഗേൾഫ്രണ്ടും അടിയുണ്ടാക്കിയിട്ട് അടിച്ച് പൊളിച്ച് പോയിട്ട് എന്നോട് പറയാം ജാസി ഞാൻ ചെന്ത് ഇവിടെ മൊത്തം വൃത്തിയാക്കണം. ഞാൻ പുറത്ത് വരുമ്പോൾ വൃത്തിയാക്കും. ഇവൻ ഇവന്റെ ഗേൾഫ്രണ്ട് കൂടെ കണ്ടിട്ട് അടിയുണ്ടാക്കിയതാ. എന്റെ ഇവിടുത്തെ സാധനം മൊത്തം പൊട്ടിച്ചു എല്ലാം എന്റെ റൂമ് അടിച്ച് പൊളിച്ച് നാശാക്കി ഇത് എന്താ പറയാ മൊത്തം വൃത്തിയാക്കി വെക്ക്. പിന്നെ ഇതേതാ ബാസ്കറ്റ് കൊട്ടയിലാണ് പോലും നീ ഷഡ്ഡി കൊണ്ടിട്ട് വാഷിംഗ് മെഷീൻ ഇടുന്നത്. നിന്റെ ഷഡ്ഡി എത്ര പ്രാവശ്യം കൈ കൊണ്ട് എടുത്തിട്ടുണ്ട്. അതിന്റെ ഉൾപ്പെടെ അത് ഡയറക്റ്റ് പറയാൻ നിനക്ക് എന്താണ് മടി? ഇന്നേവരെ ഞാൻ എന്റെ മൊത്തത്തിൽ പറഞ്ഞു. നീ എന്റെ കണ്ണിൽ നോക്കാൻ തരപ്പെടില്ല. നിന്റെ കണ്ണിൽ തന്നെയാണ് നോക്കുന്നത്. എന്ന് നീ കാണുന്നുണ്ടോ അന്ന് ഞാൻ കണ്ണിൽ നോക്കുന്നത് എന്താണ്? നീ മറ്റേതാന്ന് ചോദിച്ചാ കാണട്ടല്ലായിരുന്നാ മമ്മു ഞാനും നമുക്കാണ് ഇതിന്റെ ഡ്യൂട്ടി ഉണ്ടാവുക. മമ്മു ഞാനും അച്ചായന് പൈസ കൊടുക്കാണ്ടിരിക്കാൻ വേണ്ടിട്ടാണ് ഇവൻ അതിനും തെളിവില്ല, വിശ്വസിക്കാൻ പറ്റില്ല. എന്താ പറയാ ആ ചായ കിടക്കുന്ന തളക്ക് ഞാൻ എന്തിനാ പൈസ കൊടുക്കുന്നത്? ഉമ്മ സത്യം ഞാൻ കേട്ടതാണ്. അച്ചായ പൊന്നച്ചായ നിങ്ങൾ പോയത് നന്നായി. കാരണം ഞാൻ കണ്ടതാണ്. അതായത് നിയാദിന്റെ കൂടെ ഇത്രയും നിന്നിട്ടുള്ള ഞാൻ ഇവൻ ഡെയിലി ഓരോരോ പൊമ്പിളറാം. അത് നിങ്ങൾ മനസ്സിലാക്കണം. കാരണം നിങ്ങൾക്ക് അറിയുന്നുണ്ടാവില്ല. കാരണം ഞാൻ കാണുന്നതും പിന്നെ എന്നോട് പറയും എടാ ഇങ്ങനെ വീടെല്ലാം വൃത്തിയായി ഇതാക്കണം. കാരണം പെണ്ണ് വരുന്നതാണ്. പിന്നെ നീ അധികം പുറത്തൊന്നും ഇറങ്ങണ്ട കേട്ടാ. നീ ഉള്ളിൽ തന്നെ ഇരിക്കണം. പിന്നെ ഈ ഓളെ എന്നെ കണ്ട ഭയങ്കര ഇതാവും. എല്ലാത്തിനും ഇപ്പോൾ ക്യൂൻസൈന് സെറ്റാക്കിയിട്ടാണ് ഇങ്ങനെയല്ല പറയുന്നത്. ഞാൻ ക്യൂൻസൈ പോയിട്ട് സെറ്റാക്കില്ല. ഞാൻ കൊച്ചിയിൽ ഇങ്ങനെല്ലാം പറയുമ്പോൾ മൊത്തം ഇങ്ങനത്തെ കാര്യങ്ങൾ. അതായത് കളമശ്ശേരി എന്നുള്ള വീട്ടിൽ മൊത്തം പൊമ്പിളറും കഞ്ചാവും കള്ളും MDMA എടാ ആ ബാംഗ്ലൂരിന് ശേഷമാണ് ഇവൻ കേസിൽ കൊടുക്കുന്നത്. ആ ബാംഗ്ലൂരിന് ശേഷമാണ് ഞാൻ കേസിൽ കൊടുത്തത്. പ്രൂഫ് മുത്തേ ഇതിന് പ്രൂഫില്ല. ഞാൻ ഉള്ള ഓർമ്മ ഇതിന് പ്രൂഫില്ല. പ്രൂഫ് ഇതാ നാളെ വരും. എല്ലാ പൊമ്പിളറും നാളെ വേണേ മെസ്സേജ് അയക്കും. കുറച്ച് കാര്യങ്ങളുണ്ട്. അത് മതി. അപ്പൊ ഞാൻ പറഞ്ഞത് ചെയ്യിപ്പിച്ചത് ഇവനൊക്കെ കള്ളെന്ന് കേസ്. ഇവൻ കള്ളെന്ന് അതായത് ഞാൻ നേരത്തെ പറഞ്ഞ ഏതൊരു പെണ്ണ് ഇവൻ അടുത്ത ദിവസം ഏതൊരു പെണ്ണ് ഇവനെ ഇങ്ങനെ എല്ലാം മൊത്തം ചെയ്തിട്ട് എന്നെ വിളിക്കുക ആ റൂമിലേക്ക് എന്നെ വിളിച്ച്. അതായത് ഇവര് ഇത് ചെയ്തുകൊണ്ടിരിക്കല ചെയ്തെന്ന് വിളിക്കുമ്പോൾ മമ്മൂന്ന് വിളിച്ച് എടാ നീ വാടാന്ന് പറഞ്ഞു. എന്നോട് അറിയാം അടിച്ചങ്ങ് കിണ്ടിയായിട്ടുള്ളത്. നീ അത് പറഞ്ഞാൽ അടിച്ചാൽ പിന്നെ അങ്ങ് സുൽത്താനാന്ന് അവന്. എന്നോട് ഇവൻ പറയാം നീ അത് പറയാം എടാ മമ്മൂ എനിക്ക് ഇവളത്ര സുഖം കിട്ടുന്നില്ല. ആ പെണ്ണിന്റെ മുമ്പ് അതായത് ആ പെണ്ണിന്റെ മുമ്പ് എന്നോട് ഇവൻ പറയാം എനിക്ക് ഇത്ര സുഖം കിട്ടുന്നില്ല. അപ്പൊ ഇവളെന്താ വിചാരിക്കാം പോട്ടെ നീ ഒന്ന് ഇതാക്കി താ എന്താ അതിനൊരു ബീജ ബ്ലോജോ ഒന്ന് നീ ബ്ലോജ് ആക്കി തരാൻ എന്നോട് ചോദിക്കുന്നു. അത്രയും കുണ്ണയില്ലായ്മയാണ് ഈ കുണ്ണ ചെയ്തത്. അപ്പൊ ആരാ കുണ്ടൻ? അപ്പൊ അതിൽ ആരാ കുണ്ടൻ? നമ്മളാണോ അത് ഓനാണോ? എടാ ബൈസെക്ഷൻ എടാ തൊപ്പി ഇതിന്റെ അടുത്ത് അങ്ങനത്തെ ഇഷ്യൂ ഒന്നുമില്ല. എടാ ഞാൻ പറഞ്ഞ ഈ കാര്യങ്ങളുണ്ടല്ലോ മുത്ത ഞാൻ പറഞ്ഞ ഈ കാര്യം ഇത് ഓൾറെഡി എല്ലാവർക്കും അറിയാം. അതായത് ഒരു ഇന്റർവ്യൂവിൽ ആരാണ് പറഞ്ഞത്? ഫസീന്റെ ബോയ് ഫ്രണ്ട് പറഞ്ഞ കാര്യം. ഞാൻ ഇപ്പൊ പറഞ്ഞ കാര്യം അതായത് പെണ്ണിന് മുമ്പിൽ വെച്ചിട്ട് മമ്മൂന വാലിടിപ്പിച്ചു എന്നുള്ള സാധനം അത് പുറലോകം അറിഞ്ഞ കാര്യമാണ്. അതായത് ഫസിക്ക് അറിയാം, എല്ലാവർക്കും അറിയാം. ഫസീന്റെ ബോയ് ഫ്രണ്ട് ഇതേപോലത്തെ ഏതൊരു ഇന്റർവ്യൂ എക്സൽ ഇപ്പോഴത്തെ ബോയ് ഫ്രണ്ട് അല്ലേ? ഇപ്പോഴത്തെ ഞാൻ അതിന് ശേഷമുള്ള ഏത് ബോയ് ഫ്രണ്ട് ഓൺ വന്നിട്ട് ഏത് ഇന്റർവ്യൂവിൽ പറഞ്ഞ കാര്യം ഇത് ഞാൻ നടത്ത സംഭവിക്കും. അപ്പൊ ബാംഗ്ലൂർ വിഷയം വെച്ചാൽ ആ പെണ്ണിനെ കയറി പിടിച്ചെന്നല്ല പറയുന്നത്. ഒറ്റ റൂമിൽ ഇട്ടിട്ട് ഗൈസ് ഇവൻ തന്നെയാണ് എന്നോട് പറഞ്ഞത്. കാരണം ഇത്ര ഇത് ഇങ്ങനെ പറയുന്നത് എടാ എനിക്കൊരു പെണ്ണോട് സംസാരിക്കണം.
നീ അത് അപ്പത്തെ ഒരു പെണ്ണാ, നീ ഓളോട് വേണ്ടി സംസാരിക്കും ഗൈസ്. ഞാൻ സംസാരിക്കാൻ പോയത് ശരിയില്ല. ഞാൻ കൈക്ക് പിടിച്ചതും ഓക്കെ ഓൾ റൂമിലുണ്ടായത് ശരി. എന്നോട് വേറെ പറഞ്ഞു അപ്പം ബാക്കി നന്ദനന്റെ കാര്യം ഞാൻ നേരം പറയാം. അത് ഇതാക്കും മനസ്സിലാവും. ഓലന്റെ കാര്യം പറയട്ടെ. ഫോൺ കളി ഞാൻ എന്തോന്നാണ് നടക്കുന്നത്? ഇത് ഒരു കൂട്ടം കുണ്ടന്മാരുടെ കൂട്ടായ്മ, MRC ഗ്യാങ്. ഓ വേർത്ത് സത്യം. എന്തോന്നാണ് ഇത്? എല്ലാ അവന്മാരെന്നെ സമ്മതിക്കുന്നുണ്ട് അവന്മാർ കുണ്ടന്മാരാണെന്ന്, അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം. ഇപ്പൊ ഷമീർ പറയുന്ന അവൻ അത്ര നല്ലവനെന്നല്ല അല്ലെന്ന്. ഓക്കെ, അവൻ തന്നെ പറഞ്ഞു. ഓക്കെ, ഇവന്മാരെല്ലാം കുണ്ടന്മാരെ എല്ലാം കൊണ്ടാടി അതല്ല. ഇതിന് പുറമെ പെൺകുട്ടികളെ യൂസ് ചെയ്യുന്നു, അവിടെ കൊണ്ടുവന്നിട്ട് പൈസ കൊടുത്ത് സെറ്റിൽ ചെയ്യുന്നു. ഓക്കെ, അടുത്ത് ലഹരി വസ്തുക്കൾ, ഇത്രയും കാര്യങ്ങൾ നടന്നിട്ട് ഇവിടെ കേസ് എടുക്കാൻ പറ്റുന്നില്ലേടേ? എനിക്കറിയാൻ പാടില്ലാത്തതുകൊണ്ട് ചോദിക്കുകയാണ്. എന്തായാലും എടുക്കാനുള്ള വകുപ്പുകളൊക്കെ അവന്മാർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് അത് എടുക്കട്ടെ, കാര്യങ്ങൾ നടക്കട്ടെ, എല്ലാത്തിനും തൂക്കുക. അയ്യോ, ഒന്നും പറയാനില്ല. അതുപോലെ ഇനി യുവമാർക്ക് വീഡിയോ ചെയ്യാനുള്ള റൈറ്റ്സ് കൊടുക്കരുത്. അതിന്റെ റീസൺ കുട്ടികളടക്കം യുവമാരെ കണ്ട് വഴിതെറ്റും. യുവമാർക്ക് കുറെ അന്ധമായിട്ടുള്ള ആരാധനകൾ കുട്ടികളാണ്. കുട്ടികൾക്ക് അരിയും തിരിച്ചറിഞ്ഞുകൂടാതെ ഇരിക്കുന്ന ടീംസുകളാണ്. അവരിതൊക്കെ കണ്ടിട്ട് വഴിതെറ്റാനുള്ള എല്ലാ പോസിബിലിറ്റിയും 100% ഓപ്പൺ ആണ്. അതുകൊണ്ട് തന്നെ യുവമാരെ ഇനി വീഡിയോ ചെയ്യുന്നതിൽ അടക്കം ബാൻ ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ദയവായ നമ്മുടെ നിയമപാലകരും നിയമവ്യവസ്ഥയും ഇതിൽ തക്കതായ രീതിയിൽ നടപടികൾ എടുക്കണം. അവന്മാർ തന്നെ എല്ലാം സമ്മതിക്കുന്നുണ്ട് ഓപ്പണായിട്ട്. ഇനി നിങ്ങളും കൂടി വിളിച്ചെടുത്ത് ചോദ്യം ചെയ്യിപ്പിച്ച് ബാക്കി നടപടികളൊക്കെ എടുത്ത് എല്ലാത്തിനും പിടിച്ച് ജയിലിലിടുക. ഇതാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പെടുത്താകൊണ്ട് പുതിയ വീഡിയോ